രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംസാരിച്ചത്. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഞങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം, അതായത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നോട്ട് വെച്ച ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അത് ഭരണഘടനയെ സംരക്ഷിക്കുക കൂടിയായിരുന്നു. അത് സാധ്യമാക്കിയ ജനങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ നേതാക്കൾ. സിബി ജോസഫ് ഉണ്ട്. സിബി, പറഞ്ഞോളൂ, വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിന് തീർച്ചയായും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ കഥ പ്രധാനമായും ഈ തവണ ഉണ്ടായ വലിയ നേട്ടത്തെ, അത് വളരെ വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം, ഈ പോരാട്ടം ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നില്ല, ഭരണഘടനയെ സംരക്ഷിക്കാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു തുടക്കം. ഏതായാലും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, JDU-നെയും TDP-യും എന്ന നിലയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകുന്നുണ്ടോ ഇന്ത്യ സഖ്യം എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ ചേരുന്നുണ്ട്, ആ യോഗത്തിൽ ആയിരിക്കും സഖ്യമുന്നണി ഒന്നായി തീരുമാനമെടുക്കും. എന്തായാലും ഈ കാര്യത്തിൽ നാളെ ഇന്ത്യ സഖ്യ യോഗം ചേരുമെന്നും പിന്നീട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഖർഗെയും ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും ഏറ്റവും വലിയ മുന്നേറ്റത്തെ അദ്ദേഹം പ്രിയങ്ക ഗാന്ധി അടക്കം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും UP-യിലെ ജനങ്ങൾ രാഷ്ട്രീയമായ ഒരു വീക്ഷണം ജനങ്ങൾ വ്യക്തമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ വിജയം തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മോദിയും അദാനിയും തമ്മിലുള്ളത് അഴിമതി ബന്ധമാണെന്നും രാജ്യം നയിക്കാൻ മോദിയും അമിത്ഷായും വേണ്ട എന്ന് രാജ്യം ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു വിധിയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. രാഹുൽ ഗാന്ധിയോടായി ചോദിക്കുന്നത്, രണ്ട് മണ്ഡലത്തിലും റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ. അതിനോട് രാഹുൽ ഗാന്ധി എങ്ങനെ പ്രതികരിക്കുന്നു? ഹലോ സിബി, കേൾക്കാനാകുന്നുണ്ടോ? സിബി, ഞാൻ ചോദിച്ചത്, ഇനിയിപ്പോൾ പ്രധാനമായും കേരളം പോലും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം, രണ്ട് മണ്ഡലത്തിലും ജയിച്ച രാഹുൽ ഗാന്ധി ഏത് നിലനിർത്തും, വയനാടാണോ റായ്ബറേലി ആണോ എന്നുള്ളതാണ്. ആ ചോദ്യവും ഈ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു. രാഹുൽ ഗാന്ധി അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രാഹുൽ ഗാന്ധി വ്യക്തമായ ഉത്തരം നൽകിയില്ല. അദ്ദേഹത്തോട് ചോദിച്ചത് ഇനി റായ്ബറേലിയാണോ വയനാടാണോ ഏത് മണ്ഡലം നിലനിർത്തുമെന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന മറുപടി മാത്രമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അസിത, ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത്. ഏത് മണ്ഡലം നിലനിർത്തുമെന്നതിൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഒരു സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് ഇന്ത്യ സഖ്യം കടക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് നാളെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റു കാര്യങ്ങൾ വ്യക്തമായി പ്രതികരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഏറ്റവും പ്രധാനം, ഇത് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു, അതിൽ ജനങ്ങളൊപ്പം നിന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിച്ചത്. മോദിയും അദാനിയും തമ്മിലുള്ളത് അഴിമതി ബന്ധമായിരുന്നു, രാജ്യം നയിക്കാൻ മോദിയും ഷായും വേണ്ട എന്ന് രാജ്യം ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണ് ഈ ജനവിധി എന്നും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. സിബി ജോസഫാണ് ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.